താഴെ നൽകിയിരിക്കുന്നവർ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട. എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? സെൻറ്റ് ജോർജ് കോട്ട. സെൻറ്റ് ജോർജ് കോട്ട മദ്രാസിൽ. കേരളത്തിൽ അഞ്ചുതെങ്ങ് കോട്ട, ഇന്ത്യയിൽ സെൻറ്റ് ജോർജ് കോട്ട. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരാണ് നിർമ്മിച്ചത്? ബ്രിട്ടീഷുകാർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സംഘടനകളും സ്ഥാപിച്ച നേതാക്കളും അതിൽ തെറ്റായ ജോഡിയാണ്. അതിൽ ആത്മവിദ്യാസംഘം ബ്രഹ്മാനന്ദ ശിവയോഗി, അതാണ് തെറ്റ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. ജാതിനാശിനി സഭ ആനന്ദതീർത്ഥൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔധ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ഔധ്. അപ്പോൾ ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? സത്താറ. ആദ്യമായിട്ട് സത്താറയും അവസാനമായിട്ട് ഔധും. താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിജിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഹരിജൻ, യങ് ഇന്ത്യ. ഹരിജൻ, യങ് ഇന്ത്യ. ഇനി ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി നെപ്പോളിയൻ. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി നെപ്പോളിയൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയശിലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. താഴെ തന്നിരിക്കുന്നവയിൽ ആഗ്നേയശിലകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് 1ഉം 2ഉമാണ് ശരി. ശിലകളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നു. ശിലകളുടെ മാതാവ് ആരാണ്? ആഗ്നേയശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശില. അപ്പോൾ ശിലകളുടെ മാതാവ്, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ആഗ്നേയശില. ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഡ്യൂറൻഡ്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ ഇവർ തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഡ്യൂറൻഡ്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവി. ഭാരതപ്പുഴയുമായിട്ടുള്ള ശരിയായ പ്രസ്താവന 3 മാത്രമാണ് ശരി. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നു.